ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ആരാധന ക്രമ മത്സരത്തിൽ കൈത്താക്കാലം 6ാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്നെങ്കിൽ ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ. അവിടുന്ന് അരികിലുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങളാണ് നാം കേട്ടത്. കർത്താവ് നമ്മളോട് ഉള്ളപ്പോൾ നമ്മൾ എന്തിനെ ഭയപ്പെടണം? കർത്താവിൻ്റെ സാന്നിധ്യം എത്രമാത്രം നമ്മളെ സഹായിക്കുന്നു എന്നൊക്കെ ഓർമ്മിപ്പിക്കുന്നതാണ് പ്രധാനമായിട്ടും ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുക. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ വിചിന്തനത്തിനായിട്ട് സഭാമാതാവ് നമുക്ക് നൽകിയിരിക്കുക. യോഹന്നാന്റെ സുവിശേഷത്തിലെ ഏറ്റവും വലിയ അധ്യായങ്ങളിൽ ഒന്നാണ്. 71 വാക്യങ്ങളുള്ള അധ്യായമാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണ് ഇതിലുള്ളത്. ഒന്നാമതായിട്ട് ഈശോ മിശിഹ അപ്പം വർദ്ധിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് കർത്താവ് ഈശോ മിശിഹ ജലത്തിന് മുകളിലൂടെ നടക്കുന്നു. മൂന്നാമതായിട്ട് അവിടുത്തെ പ്രബോധനം. വിശുദ്ധ കുർബാനയെ ആസ്പദമാക്കി നടത്തുന്ന യോഹന്നാന്റെ സുവിശേഷത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രബോധനങ്ങളിൽ ഒന്ന് ഈ അധ്യായത്തിലാണ് എന്നുള്ളതും കൂടെ ഈ അധ്യായത്തെ കൂടുതൽ വ്യത്യസ്തമാകുന്നു. ഒന്നാമതായിട്ട് അപ്പത്തിൻ്റെ വിലയെക്കുറിച്ചാണ്. നമുക്കറിയാം, അപ്പത്തിൻ്റെ വില എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വിശപ്പ് എന്നുള്ളത് മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ്. നമ്മുടെ ഊർജ്ജത്തെ കൂടുതൽ ഉത്തേജിപ്പിക്കുന്നതിന് നൽകുന്നതിനൊക്കെ കാരണമാക്കി മാറ്റുന്നതാണ് വിശപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈശോയുടെ പ്രാർത്ഥനയിൽ അന്നു വേണ്ടി ആഹാരം നിങ്ങൾക്ക് തരണമേ. ആഹാരം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് കർത്താവ് എപ്പോഴും പറയാറുണ്ട്. ബത്ലഹേം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അപ്പത്തിൻ്റെ ഭവനം എന്നാണ്. അത്രമാത്രം പ്രാധാന്യം ഈ ഒരു വിശപ്പിനെ പ്രധാനമായിട്ടും കർത്താവ് യേശു മിശിഹ ഉപമിക്കുന്നത് അത് ഇന്നത്തെ നമ്മുടെ കൂദാശകളിലേക്കാണ്. നമ്മുടെ ആത്മീയ വിശപ്പിനെ ശമിപ്പിക്കുന്ന ഈ അനുദിന കൂദാശകളുടെ സ്വീകരണം, വിശുദ്ധ കുർബാനയാകാം, പരിശുദ്ധ കുമ്പസാരമാകാം, ഇതൊക്കെ വഴി നമ്മുടെ അനുദിനമുള്ള നമ്മുടെ ഈ കൂദാശകളുടെ സ്വീകരണം വഴി നമ്മുടെ ആത്മീയ വിശപ്പിനെ അത് എടുത്തു മാറ്റുന്നു എന്നുള്ള സന്ദേശം കൂടെ കർത്താവ് നമുക്കിവിടെ നൽകുന്നുണ്ട്. പഴയ നിയമത്തിൽ മരുഭൂമിയിൽ ഇസ്രായേൽ ജനത്തിന് മന്നായും കാടപ്പക്ഷിയും കൊടുത്ത അതേ രംഗത്തെ തന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു രംഗമാണ് ഇവിടെ അപ്പം വർദ്ധിപ്പിക്കുന്ന സമയത്ത് ഈശോ മിശിഹ ഓർമ്മിപ്പിക്കുന്നത്. അത് ആ ജനം മനസ്സിലാക്കിയതുകൊണ്ടാണല്ലോ നീ വരാനിരിക്കുന്നത് ക്രിസ്തുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ മിശിഹായി അവർ രാജാവാക്കാൻ വേണ്ടി കൊണ്ടുപോകാനായിട്ട് മുതിരുന്ന രംഗവും തുടർന്ന് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തിപരമായിട്ട് ജനങ്ങൾക്ക് ഒരു അടയാളം നൽകിയതിന് ശേഷം ഇതേ അടയാളം തൻ്റെ ശിഷ്യന്മാർക്കും നൽകുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മുടെ 2ാമത്തെ ഭാഗമായ ജലത്തിന് മുകളിലൂടെ യേശു നടക്കുന്ന ഭാഗത്തിലേക്ക് പ്രവേശിക്കുക. ഈ ഒരു രംഗത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ശിഷ്യന്മാർ ഒറ്റയ്ക്കാണ് പോകുന്നത് എന്നുള്ളതാണ്. അവർ മീൻ പിടിക്കാനായി ഒറ്റയ്ക്ക് പോവുകയാണ്, തുണിൽ കയറി പോവുകയാണ്. ഒപ്പം സന്ധ്യയാണ്, അതുപോലെ തന്നെ ഈശോ അവരോട് കൂടെ ഇല്ല, കാറ്റ് പ്രതികൂലമാണ്. ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഇവിടെ ഇവർക്ക് മുൻപിലുണ്ട്. ഇവരുടെ മുമ്പോട്ടുള്ള യാത്ര ഇവർ ഏകദേശം 25-30ഓളം സ്ഥാദിയോൺ തണ്ടുവലിച്ചു എന്നാണ് പറയുക. ഒരു സ്ഥാദിയോൺ എന്ന് പറയാൻ 185 മീറ്ററാണ്. അതായത് ഏകദേശം 5 കിലോമീറ്ററോളം ഇവർ തണ്ടുവലിച്ച് മുൻപോട്ട് പോയെന്നാണ് ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഒരു മുൻപോട്ട് പോകാൻ ഇവർക്ക് ഇനി സാധ്യതയില്ല എന്നുള്ള രീതിയിൽ കാറ്റിൻ്റെ പ്രതിബന്ധത്തെ മുൻനിർത്തി ഇവർ നിൽക്കുമ്പോഴാണ് ഈശോ ഇവരുടെ മുൻപിലേക്ക് കടന്നു വരുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിനെയും അന്ത്യമായി ഇതിൻ്റെ അവസാനമാണ് എന്നൊക്കെ നമ്മൾ വിചാരിച്ച് ചിന്തിച്ച് നിൽക്കുമ്പോൾ കർത്താവിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഇടപെടൽ മൂലം നമ്മൾ രക്ഷപ്പെടുന്നതായിട്ട് പലപ്പോഴും കാണാറുണ്ട്. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും അവസാന ഘട്ടത്തിൽ കർത്താവ് എന്തിനാണ് നമ്മളെ രക്ഷിച്ചിങ്ങനെ ഉയർത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുകൊണ്ടുമല്ല, കർത്താവ് എൻ്റെ കൂടെ ഉണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കലി ബോധ്യമാകുന്ന സമയം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ബുദ്ധിമുട്ട് നിറഞ്ഞ, പ്രയാസം നിറഞ്ഞ വീഴ്ചകളുടെ സമയത്തായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ ഈ രക്ഷാകർമ്മം നമ്മൾ ഒരു കാലത്ത് മറക്കില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളെപ്പോഴും അനുസ്മരിക്കുന്നു എന്നും കൂടിയാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുക. പക്ഷേ പലപ്പോഴും നമ്മൾ ഇന്നത്തെ യാത്രകളിലൊക്കെ നമുക്കറിയാം, ഈ ഈശോയുടെ സാന്നിധ്യത്തെ കൂടുതലായിട്ട് നിരാകരിക്കുന്നവരും നിഷേധിക്കുന്നവരുമായിട്ടുള്ള ആളുകളുണ്ട്. ഇന്നത്തെ 1ാമത്തെ വായനയിൽ ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നോഹയുടെ സമയത്തുള്ള പ്രളയത്തിൻ്റെ അവസാന ഭാഗത്തെക്കുറിച്ചാണ് പ്രധാനമായിട്ടും പരാമർശിക്കുക. നമുക്കറിയാം, നോഹ എന്ന് പറയുന്നത് പുതിയൊരു ജനതയ്ക്ക് ദൈവമായ കർത്താവ് രൂപം കൊടുത്ത് പുതിയൊരു ജനതയ്ക്ക് കർത്താവ് ഉരുവാക്കുകയാണ്. ആ ഒരു സമയത്ത് പോലും ഒരു നന്മ തിന്മകളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുക. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമുക്കറിയാം, അപ്പൻ്റെ നഗ്നതയെ മറയ്ക്കാത്ത നോഹയുടെ പുത്രനായ ഹാമിൻ്റെ സന്തതി പരമ്പരയിൽ നിന്നാണ് നമുക്കറിയാം
ബാബേൽ ഗോപുരം എന്ന് പറയുന്ന വലിയ നിർമ്മിതികൾ വരെ ഉണ്ടാവുകയും വലിയ നാശത്തിന് കാരണമായിട്ട് മാറുകയും ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില നഗ്നതകൾ നമ്മൾ മറയ്ക്കുക തന്നെ വേണം. ഈ നഗ്നതകൾ എന്നത് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ കുടുംബ ജീവിതങ്ങളിലും നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ സഭയിലും ഒക്കെ കാണുന്ന കൊച്ചു കൊച്ചു പോരായ്മകളൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ ചെറിയ ചെറിയ പോരായ്മകളെ വലുതാക്കി കാണിച്ച് ആ കുടുംബത്തെയും ആ സമൂഹത്തെയും വ്യക്തികളെയും സഭയെയും ഒക്കെ ഏറ്റവും കൂടുതൽ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി അവസരം വെമ്പൽ കൊള്ളുന്ന ഒരു ജനതയാണ്. അത് സോഷ്യൽ മീഡിയയിലൂടെ ആകാം, മറ്റു മാധ്യമങ്ങളിലൂടെയൊക്കെ. നമ്മൾ എത്രമാത്രം ഒരു നഗ്നതയെ തുറന്നു കാണിക്കാൻ പറ്റുമോ അത്രമാത്രം ഈ നഗ്നതയെ തുറന്നു കാണിക്കുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളത്. പക്ഷേ യേശു നമ്മോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് നിന്റെ വീഴ്ചയ്ക്ക് കാരണമായിട്ട് മാറും എന്നുള്ളതാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള അവരുടെ അഗാധമായിട്ടുള്ള ബന്ധമാണ്. ഉത്തമഗീതം 6-ാം അധ്യായം 1 മുതലുള്ള വാക്യം ഇന്നത്തെ 2ാമത്തെ വായനയിൽ നമ്മൾ വായിച്ചേക്കുന്നുണ്ട്. ഇസ്രായേലും ദൈവമായ കർത്താവും തമ്മിലുള്ള ബന്ധത്തെയാണ് അവിടെ പ്രധാനമായിട്ടും സൂചിപ്പിക്കുക. ഈ ഇസ്രായേൽ എന്നുള്ള സ്ഥാനത്ത് നമ്മുടെ വ്യക്തി ജീവിതത്തെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ സഭയൊക്കെ നമുക്ക് വെച്ച് ചേർക്കാൻ സാധിക്കും. അപ്പോൾ അവരോട് അത്രമാത്രം ആഴത്തിൽ ബന്ധമുള്ള ഈശോ മിശിഹ അവരെ രക്ഷിക്കുകയില്ല എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. അവരുടെ വീഴ്ചകളാണ് നമ്മൾ കരുതുന്ന ആ സാഹചര്യങ്ങളിൽ നിന്ന് പോലും അവരെ ദൈവമായ കർത്താവ് രക്ഷിച്ചു കൊണ്ടുവരും എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരെ ഏതെങ്കിലും കാരണത്താൽ വാക്കുകളാലോ ചിന്തകളാലോ പ്രവൃത്തികളാലോ നമ്മൾ തെറ്റായ രീതിയിൽ എന്തെങ്കിലും ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് നമ്മുടെ തന്നെ വീഴ്ചയ്ക്ക് കാരണമായി മാറും എന്നുള്ളതാണ് ഈശോ മിശിഹ നമ്മളെ ഓർമ്മിപ്പിക്കുക. അപ്പോൾ വീഴ്ചയ്ക്ക് കണക്ക് കൂട്ടി ശിഷ്യന്മാർ തോണിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഈശോ മിശിഹ അവരുടെ മുമ്പിൽ നിന്ന് ഞാനാണ് എന്ന് പറയുകയാണ്. ഏഗോ ഏമി, അയാം, ഞാനാണെന്ന് അവരോട് സ്വയം ഈശോ മിശിഹ പറയുന്ന രംഗം നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷത്തിൽ 8 തവണ ഇങ്ങനെ ഇപ്രകാരമുള്ള രംഗം നമ്മൾ കാണുന്നുണ്ട്. ഇതിന് മുൻപായിട്ട് സമരിയാക്കാരിയുടെ സംഭവത്തിലാണ് നമ്മൾ കാണുക. അവിടെ നമുക്കറിയാം, സമരിയാക്കാരി മുൻപോട്ടേക്ക് വരുമ്പോൾ കിണറ്റിൻകരയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഈശോയുടെ സാന്നിധ്യം ഈ കിണറ്റിൻകരയിൽ ഉണ്ടായിരുന്നു. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന കേൾക്കാനായിട്ട് ഈശോ മിശിഹ നേരത്തെ അവിടെ ആഗതനാണ് എന്നുള്ളതാണ്. കർത്താവ് അത്രമാത്രം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ദാഹിക്കുന്നു എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞത് ഈശോ മിശിഹായാണ്. എനിക്ക് ദാഹിക്കുന്നു എന്ന് ഈശോ പറഞ്ഞത്. അതിനുശേഷമാണ് ഈ സമരിയാക്കാരിയുടെ ഭൗതികമായിട്ടുള്ള ദാഹത്തിനെ അകറ്റേണ്ട ആവശ്യകത ഉണ്ട് എന്നുള്ളത് കാര്യം അവൾ പോലും തിരിച്ചറിഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നതിനും നമ്മളെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്നതിനും ഈശോയുടെ സാന്നിധ്യം നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ പ്രകടമായിട്ടുള്ള ഒരു സാധ്യതയാണ്. അത് അന്നത്തെ കാലത്താണെങ്കിലും ഇന്നത്തെ കാലത്താണ്. ഇന്നത് പ്രധാനമായിട്ടും നമ്മളത് കണ്ട് അനുഭവിക്കുക നമ്മുടെ സഭയുടെ പ്രവർത്തനങ്ങളിലൂടെയാണ്. സഭയാകുന്ന നൗകയിലൂടെ നമ്മുടെ കൂദാശകളുടെ സ്വീകരണങ്ങളും കൂദാശ അനുകരണ പ്രാർത്ഥനകളും ഒക്കെ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത് ഇതേ കാര്യം തന്നെയാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥനകൾക്ക് നമ്മെ പ്രേരിപ്പിക്കുവാനും ഉദ്ബോധിപ്പിക്കുന്ന ഒരു സഭ നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രാധാന്യം എന്ന് പറയുക. 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും എന്ന് പറയുന്ന ഈശോയുടെ വാഗ്ദാനം നമുക്കിപ്പോൾ ഓർക്കാം. പലപ്പോഴും ഭയമാണല്ലോ നമ്മളെ വഴിതെറ്റിക്കുന്നത്. കർത്താവിൻ്റെ സാമീപ്യം ഉണ്ട് എന്നുള്ള ആ വലിയൊരു ഓർമ്മ നമുക്ക് എപ്പോഴും ഉണ്ടാകട്ടെ. ഏറ്റവും വലിയ ആശ്വാസവാക്യം എന്താ? ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്, നിങ്ങൾ ആരെ ഭയപ്പെടണം എന്നുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു വാക്യം നമ്മുടെ മനസ്സിൽ നമുക്ക് എപ്പോഴും ഓർക്കാം. നമ്മുടെ ഹൃദയങ്ങളിൽ ക്രിസ്തുവിന് ഒരു സ്ഥാനം എന്നും കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ശുശ്രൂഷാ മേഖലകളിലും വ്യക്തി ജീവിതങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലുമൊക്കെ ഏതെങ്കിലും ഒരു സമയത്ത് കർത്താവിനെ ഓർക്കാൻ ധ്യാനിക്കാനായിട്ട് നമുക്ക് സമയം കണ്ടെത്താം. രക്ഷ നിന്റെ മുൻപിലുണ്ട്. നീ പൂർണ്ണമായും കർത്താവിന് വിട്ടുകൊടുക്കുക. അവൻ നിന്നെ നയിക്കും. നിന്നെ അവൻ മെനഞ്ഞ് സുരക്ഷിതമായി മുൻപോട്ട് നയിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.